2026 തുടങ്ങിയപ്പോൾ കേരളത്തിലെ പ്രമുഖ പാർട്ടികളുടെ ലക്ഷ്യം 4 മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കാണ്. മൂന്നാമതും പിണറായി വിജയൻ ക്യാപ്റ്റനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അവർ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തുടർച്ചയായി 10 വർഷം ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള ചീത്തപ്പേര് മാറ്റിയെടുക്കുവാൻ UDF തയ്യാറെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുവാൻ സാധിക്കുമോ എന്നുള്ള കണക്ക് കൂട്ടലിലാണ് BJP നേതൃത്വം നൽകുന്ന NDA. നിലവിൽ മൂന്നാമതും പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് അന്തംഗമ്യ സഖാക്കന്മാർ ഒഴികെ മറ്റാരും അനുകൂലിക്കില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരവും ഒപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും പിണറായി സർക്കാരിനെ ശരിക്കും കുഴക്കിയിട്ടുണ്ട്. അടുത്ത 3-4 മാസങ്ങൾ കൊണ്ടൊന്നും ആ ഒരു തിരിച്ചുവരവ് സാധ്യമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത്തവണയും പിണറായി വിജയൻ തന്നെയാവും ഇടതുപക്ഷത്തെ നയിക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് UDFനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നൊരു കാര്യം കൂടിയാണ്. 100+ സീറ്റ് എന്താണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF പ്രതീക്ഷിക്കുന്നത്? അതുമായുള്ള കണക്കുകൂട്ടലുകൾ നടത്തി നോക്കിയപ്പോൾ നിലവിൽ 85 സീറ്റുകൾ ലഭ്യമാണ് എന്നുള്ളതാണ് ആഭ്യന്തര സർവേയിൽ പറയുന്നത്. ബാക്കിയുള്ള 15+ സീറ്റുകൾ കാര്യമായി പണിയെടുത്ത് മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അതിനുള്ള ഹോംവർക്കുകൾ VD സതീശൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ വടക്ക് നിന്ന് നോക്കിയാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആകെയുള്ള 5 സീറ്റുകളിൽ 3 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. ഈ 3 സീറ്റുകൾ ഏതൊക്കെയൊന്ന് നോക്കിയാൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം അത് UDFന് വേണ്ടി ലീഗ് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു സീറ്റാണ്. AKM അഷറഫ് അദ്ദേഹം തന്നെയായിരിക്കും ഇത്തവണയും അംഗത്തിനിറങ്ങുക എന്നത് ഉറപ്പാണ്. AKM അഷറഫ് മഞ്ചേശ്വരത്ത് ചെറിയ കാലം കൊണ്ട് ഏറെ ജനകീയനായി മാറിയ ഒരു നേതാവാണ്. അവിടെ 2ാം സ്ഥാനത്ത് BJP ആണ്. BJPയുടെ ജില്ലാ അധ്യക്ഷ കൂടിയായ അശ്വിനി ഇത്തവണ മഞ്ചേശ്വരത്ത് മത്സരിക്കുമെന്നതാണ് കരുതിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അശ്വിനി. എന്നാൽ കഴിഞ്ഞ ദിവസം BJPയിലെ വലിയൊരു വിഭാഗം അശ്വിനിയെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് അശ്വിനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. CPM ഈ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു പാർട്ടി കൂടിയാണ്. സ്വാഭാവികമായും മഞ്ചേശ്വരം ഇത്തവണ UDF നിലനിർത്തും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. പിന്നീട് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ കാസർഗോഡ് നിയമസഭാ മണ്ഡലം. അവിടെയും 2ാം സ്ഥാനത്ത് BJP ആണ്. കാസർഗോഡ് ഒരുപക്ഷെ KM ഷാജി ഇത്തവണ മത്സരിച്ചേക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ 3 തവണയായി എന്നെ നെല്ലിക്കുന്ന ജനകീയ നേതാവ് കാസർഗോഡ് നിറഞ്ഞു നിന്നിരുന്നു. 2 ടേം പൂർത്തിയായപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തെ മാറ്റി KM ഷാജിയെ കാസർഗോഡ് കൊണ്ടുവരണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നുവെങ്കിലും ലീഗ് നേതൃത്വം 3ാമതും എന്നെ നെല്ലിക്കുന്നതിന് അവസരം നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2026 പുതിയ സ്ഥാനാർത്ഥി തന്നെയാവും കാസർഗോഡ് UDFന് വേണ്ടി ഇറങ്ങാൻ പോകുന്നത്. അഴീക്കോട് ഷാജി മത്സരിക്കുവാനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കാസർഗോഡ് ഒരുപക്ഷെ KM ഷാജി ഇറങ്ങാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവിന് നറുക്ക് വീഴും. എങ്ങനെയായാലും കാസർഗോഡ് അസംബ്ലി മണ്ഡലം അത് UDFൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നതിൽ തർക്കമില്ല. ഈ 2 സീറ്റുകളും അതായത് മഞ്ചേശ്വരവും കാസർഗോഡും നിലവിൽ UDF നിലനിർത്തിപ്പോകുന്ന മണ്ഡലങ്ങളാണ്. ഇടതുമുന്നണിയുടെ കൈവശമാണ് ബാക്കിയുള്ള 3 മണ്ഡലങ്ങൾ. അതിൽ 2 എണ്ണം അത് CPM-ഉം അതായത് ഉദുമ, തൃക്കരിപ്പൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ CPM-ഉം കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ CPI-യുമാണ് വിജയിച്ചു പോരുന്നത്. ഇതിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ CPI ജയിച്ചു പോരുന്ന ഏതാണ്ട് 25,000 വോട്ടുകൾക്ക് മുകളിലാണ്. ഉദുമയാകട്ടെ 12,000 വോട്ടുകൾക്കും തൃക്കരിപ്പൂർ ഏതാണ്ട് 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും CPM ജയിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ സ്ഥിരമായി ഇടത് വോട്ട് ഷെയർ ഇത്തരത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അട്ടിമറിയൊന്നും കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ സാധ്യമല്ല. ഉദുമയാണെങ്കിൽ 1984 UDF വിജയിച്ച മണ്ഡലമാണെങ്കിൽ കൂടി പിന്നീട് ഇങ്ങോട്ട് ഇടത് കോട്ടയായി അറിയപ്പെടുന്ന ഒന്നാണ് ഉദുമ. 2016 സാക്ഷാൽ K. സുധാകരൻ വന്നിട്ട് പോലും ഉദുമ മാറിയില്ല.
കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകത്തിന് ശേഷവും ഉദുമ ഇടത് കൈകളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണയും വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ തൃക്കരിപ്പൂർ അതങ്ങനെയല്ല. തൃക്കരിപ്പൂരിൽ അത്ഭുതം സംഭവിച്ചേക്കാമെന്നതാണ് പറയപ്പെടുന്നത്. മലയോര വോട്ടുകൾ അതിനിർണായകമാകുന്ന തൃക്കരിപ്പൂരിൽ ഇത്തവണ കൈച്ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്നതാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പിന് നൽകിയ സീറ്റായിരുന്നു തൃക്കരിപ്പൂർ. ഇത്തവണ അത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ തൃക്കരിപ്പൂരിൽ നിർത്തിയാൽ ഉറപ്പായും ആ ഒരു സീറ്റ് പിടിച്ചെടുക്കുവാൻ സാധിക്കും. കാസർഗോഡ് MP കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊടുത്ത ഒരു മണ്ഡലം കൂടിയായിരുന്നു തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ കണക്കിൽ, അതായത് കാസർഗോഡ് നിന്നും 5 സീറ്റുകളിൽ 3 സീറ്റുകൾ എന്ന VD സതീശൻ്റെ കണക്കിൽ മൂന്നാമത്തെ സീറ്റ് അത് തൃക്കരിപ്പൂർ തന്നെയാകും.